ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷ ശ്രീനാഥിനെ കണ്ടു എന്ന് വിവേകിനോട് പറയുന്നുണ്ട് കേട്ടോ. ശ്രീയേട്ടൻ അവിടെ ഉണ്ടായിരുന്ന വിവേക് ഞാൻ കണ്ടതാ, തനിക്ക് വെറുതെ തോന്നിയതായിരിക്കും, പക്ഷേ അല്ല. അങ്ങനെ വിവേക് അതായത് ശ്രീനാഥ് നിന്ന സ്ഥലത്തേക്ക് ഓടിച്ചിരുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ ശ്രീയേട്ടനെ കണ്ടത്. വിവേക് വന്നപ്പോഴത്തേക്കും അദ്ദേഹം പോയി എന്ന് പറയുന്നു. ഇത് തനിക്ക് തോന്നിയത് മാത്രമാണ്, ഇങ്ങനെയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ശ്രീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവില്ലേ, എന്നിട്ട് ഇവിടുന്ന് പെട്ടെന്ന് കാണാതായതല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടതാ, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നു. താൻ വിഷമിക്കേണ്ട, എൻ്റെ കൂടെ വന്നേന്ന് പറഞ്ഞിട്ട് വിവേക് വർഷയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ഹോട്ടലിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് വെള്ളം അങ്ങ് കുടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കൊടുക്കുന്നു. ആ സമയം പിന്നീട് ഞാൻ കണ്ടതാണ് ശ്രീയേട്ടൻ അവിടെ നിൽക്കുന്നത്. ഇത് തൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ് വർഷ. കാരണം താൻ ശ്രീനാഥിനെ അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ്. പിന്നെ ഇന്ന് ഞാൻ വിവേകിനോട് ആ സ്നേഹം തുറന്ന് പറഞ്ഞ സമയത്താണ് ശ്രീയേട്ടനെ മുന്നിൽ കണ്ടത്. അപ്പോൾ എന്തോ ഒന്ന് നടക്കാനായിട്ട് പോകുന്നു എന്നൊരു തോന്നൽ പോലെ എന്ന് പറയുന്നു. ഇതൊന്നും ഇല്ലടോ, ഞാൻ പറയട്ടെ കുറച്ച് കാര്യങ്ങൾ തന്നോട്. ആ സമയത്ത് വെയിറ്റർ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. എന്താ മോളെ കൊണ്ടുവരാഞ്ഞതെന്ന് ചോദിക്കുന്നു. മോള് ഇന്ന് നഴ്സറി സ്കൂളിൽ പോകുന്നതാണ്, അപ്പോൾ കൊണ്ടുവന്നില്ല. എന്തായാലും കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ടാന്ന് വർഷ പറയുമ്പോൾ ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാം, തൻ്റെ ഇഷ്ടം നോക്കട്ടെ ഞാനെന്ന് പറയുന്നു. പിന്നീട് അയാൾ പറയുന്നുണ്ട്, ചേട്ടൻ എന്തായാലും ഓർഡർ ചെയ്ത് മോശമാവില്ല എന്ന് പറയുന്നു. അങ്ങനെ 2 മസാല ദോശയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും വർഷയോട് സംസാരിക്കുന്നുണ്ട്. താൻ ഒരു കാര്യം മനസ്സിലാക്കണം, തന്നെ ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു രക്ഷകൻ വന്നു, അതാണ് ശ്രീനാഥ്. ആ ഒരു കടപ്പാട് മാത്രമേ ശ്രീയോട് തനിക്കുള്ളൂ. കാരണം തന്നെ ആ ദുരിതത്തിൽ നിന്ന് കഷ്ടപ്പാടിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വന്നു. അതുകൊണ്ടാണ് ആ കമ്മിറ്റ്മെൻറ്റ്സാണ് തൻ്റെ മനസ്സിൽ ഇപ്പോൾ കണക്കുന്നത്. പക്ഷേ എന്നോട് തനിക്കുള്ളത് ഒരു പ്രണയം മാത്രമാണ്. കാരണം അത് നീ ഒരുപാട് നേരം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എന്നോടുള്ള സ്നേഹം മാത്രം ഇന്ന് തുറന്ന് പറഞ്ഞത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ വർഷ അത് നിഷേധിക്കുന്നില്ല. സത്യം തന്നെയാണ് വിവേക് പറഞ്ഞത്. ശ്രീയേട്ടനോടുള്ളത് ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആ ഒരു ദുരിതത്തിൽ നിന്നൊക്കെ കൈപിടിച്ച് ഉയർത്താനായിട്ട് വന്നിട്ടുള്ള ഒരാൾ. അന്ന് ഞാൻ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു തന്നാൽ നാളെ ഞാൻ വരും, ഒരു പട്ടും താലിയുമായിട്ട് ഇവിടെ വെച്ച് തന്നെ കൂട്ടിക്കൊണ്ട് പോകും. പക്ഷേ എൻ്റെ അമ്മയുടെയും ആർച്ചയുടെയും വേർപാടിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനൊരു കാര്യം പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശ്രീയേട്ടനോട് ഒരു സ്നേഹമല്ല എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം തനിക്ക് മനസ്സിലായില്ലേ, അതാണ് സംഭവം. തന്നെ രക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരു രക്ഷകൻ, അയാൾ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്ന് തൻ്റെ മനസ്സെപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീനാഥിനോട് ഇപ്പോഴും തനിക്ക് ആവാത്തൊരു സ്നേഹം തോന്നുന്നതെന്ന് പറയുന്നു കേട്ടോ. അത് വിവേക് പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു. ആ സമയത്ത് ഞാൻ മസാല ദോശ വാരിത്തരാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, വയനാട്ടിൽ വെച്ച് ഞാനല്ലേ തനിക്ക് വാരിത്തന്നത്, ഇപ്പോഴും ഞാൻ തന്നെ വാരിത്തരുന്നു പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം തന്നെ 5 മോളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ പോയതാണ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് 2 പേരും വന്നിട്ടില്ല കേട്ടോ. ആ സമയത്ത് നിൻ്റെ ചേട്ടനും അതുപോലെ ചേച്ചിയും കൂടി തന്നെ മുങ്ങി എന്നാണ് തോന്നുന്നു നിന്നെ വിട്ടിട്ട്. ഇത്രയും സമയമായിട്ട് കാണുന്നില്ല. അങ്ങനെ അഭി വരുന്നുണ്ട്. ഇത്രയും സമയമായിട്ട് അവർ വന്നിട്ടില്ല അല്ലേ? ഒരു കാര്യം ചെയ്യും, താൻ ഓഫീസിൽ പോയിക്കോ, ഞാനെന്തായാലും അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തനിക്കിന്ന് വാദം വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം മുടങ്ങില്ലേ? പെട്ടെന്ന് അവിടേക്ക് വർഷ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷം വന്നതിന് ശേഷം പ്രസാദമൊക്കെ കുഞ്ഞിനെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ദേവിയുടെ പ്രസാദം ഞങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് മോളെ ഞാൻ നഴ്സറി സ്കൂളിലാക്കാമെന്ന് പറയുന്നു. വേണ്ട, ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം എന്ന് വർഷയും പറയുന്നുണ്ട്. താൻ ഓഫീസിൽ പോകാനായിട്ട് നോക്കിക്കോ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിവേക് മോളെയും കൊണ്ട് പോകുന്നു കേട്ടോ. ആ സമയം വിവേക് ചോദിക്കുന്നുണ്ട്, അഭി 5 കൂടി എൻ്റെ കൂടെ വരുന്നോ? നേരം വൈകിയില്ലേന്ന് ഓഫീസിൽ പോകാനായിട്ട്? ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഇല്ല, വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് വേറൊന്നല്ല, വർഷയുടെ കാര്യങ്ങൾ അവർക്ക് അറിയണം, അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ. അതിനുശേഷം തന്നെ വർഷ, എനിക്ക് ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, അത് അറിയാതെ താൻ ഈ അകത്തേക്ക് കയറിയേ വേണ്ടെന്ന് പറയുന്നു. ഇന്നെന്താ അമ്പലത്തിൽ പോയിട്ട് സ്പെഷ്യലായിട്ട് എന്താ പറഞ്ഞത് വിവേകിനോടെന്ന് പറയുന്നു. ഞാൻ എൻ്റെ സ്നേഹം വിവേകിനോട് തുറന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അതെയോ, അത് വലിയ കാര്യമായി പോയല്ലോ, സന്തോഷമുള്ള കാര്യമാണല്ലോ. വിവേക് എന്നോട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അതിന് 100 ഇരട്ടി വിവേകിനെ എനിക്കിഷ്ടമാണെന്നുള്ളത് ഞാൻ അങ്ങ് തുറന്ന് പറഞ്ഞെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അഭിക്കൊക്കെ സന്തോഷമാവുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ വർഷയുടെ മനസ്സ് വല്ലാണ്ട് വലയുന്നുണ്ടായിരുന്നു. വേറൊന്നല്ല, അപ്പോൾ അവിടെ വെച്ചിട്ടൊരു സംഭവം കൂടി നടന്നു. കാരണം വേറൊന്നല്ല, ശ്രീനാഥനെ ഞാൻ അവിടെ നിന്ന് കണ്ടു എന്ന് പറയുന്നത് ഒരു മിന്നാട്ടം പോലെ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് ശ്രീയേട്ടൻ അവിടെ കാണാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിവേക് പറഞ്ഞത് എൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്നാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട് തൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമായിരിക്കും,
പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ കാണാനില്ല. പക്ഷേ അബിക്ക് ഉറപ്പായിരുന്നു ശ്രീ വന്നിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും താൻ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇറങ്ങുന്നു കേട്ടോ. അടുത്ത് തന്നെ ശ്രീയോട് ചോദിക്കുന്നുണ്ട് അബി, ശ്രീ എന്തിനാ അമ്പലത്തിലേക്ക് വിവേകിൻ്റെയും വർഷയുടെ അടുത്തേക്ക് പോയതെന്ന് പറയുന്നു. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, ഇന്ന് ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടേ ഇല്ല. ഇന്ന് ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, നേരത്തെ ഞാൻ ഇറങ്ങി. ഇപ്പോൾ താൻ വിളിച്ചപ്പോൾ മാത്രമേ തൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയുന്നു. പിന്നെ അമ്പലത്തിൽ പോക്കൊക്കെ ഞാൻ നിർത്തി, കാരണം എനിക്ക് വർഷയിൽ കിട്ടാതെയായി എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയം മുതൽ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. താൻ എന്നെ വിശ്വസിക്കും, ഞാൻ പോയിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ വർഷയുടെ മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് പറയുന്നുണ്ട് അബി. ആ സമയത്ത് നമ്മുടെ ശ്രീയെ പറയുന്നുണ്ട്, അതായത് ഇപ്പോഴും വർഷയുടെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടൊന്നല്ല, അതായത് വിവേകിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട്, അഥവാ ശ്രീ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്താവും എന്നുള്ള ചിന്ത മാത്രമാണ് അവൾക്ക്, വേറെ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ അവളുടെ അടുത്തേക്ക് പോവണ്ട, അവൾ നല്ലൊരു ജീവിതം നയിക്കട്ടെ. ഞാൻ കണ്ടതിൽ ഏറ്റവും ഭാഗ്യം ചേർന്നൊരു കുട്ടിയാണ് വർഷ, എനിക്ക് മനസ്സിലായി. കാരണം ഒരു ക്രിമിനലിൻ്റെ മോളെ വളർത്താൻ ശ്രീയുടെ വീട്ടുകാർ സമ്മതിക്കോ? ഇല്ലല്ലോ. പക്ഷേ വിവേകിൻ്റെ വീട്ടുകാർ അത് സമ്മതിച്ചു വർഷയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവർ കൂടെ കൊണ്ട് നടക്കുന്നത്. സ്വന്തം മോളെ പോലെയാണ് വിവേക് ആ മോളെ നോക്കുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ശ്രീ വിഷമിക്കേണ്ട, ശ്രീക്ക് എന്നും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ശ്രീ ആകെ വിഷമത്തിൽ ആവുന്നുണ്ട്. സമയത്ത് അബി കൈ പിടിക്കുന്നുണ്ട്. ശ്രീക്ക് ഞാനില്ലേ, എന്ത് വിഷമങ്ങൾ എന്നോട് പറഞ്ഞൂടെ എന്ന് പറയുന്നു. ആ സമയത്ത് താനുള്ളത് കൊണ്ടാണ് എനിക്കൊരാശ്വാസം, അത് തന്നെയാണ് ഒരു സമാധാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ പോട്ടെ, കുറച്ച് ബിസിയാണെന്ന് പറയുന്നു. പക്ഷേ ശ്രീയുടെ ഉള്ളിൽ അബിയോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ അബിയാണെങ്കിലോ ശ്രീക്ക് എന്നോടൊരു മനസ്സിലൊരു ഇഷ്ടം തോന്നുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വർഷയുടെ വിവേകേട്ടൻ്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കട്ടെ, എന്നാലാണ് ഇത് തുറന്ന് പറയാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ പെട്ടെന്ന് ആ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ വസുന്ധരയ്ക്ക് ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ ബീച്ചിൽ പോയ സമയത്ത് വർഷയും വിവേകും ഒരുമിച്ച് കഴിയുന്നതും ചിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ. ഇത് എല്ലാവരും കാണുന്നുണ്ട്. മല്ലികയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അഭി പറയുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ ആൻറ്റി? കാരണം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എല്ലാവരും മോശമായുള്ള അഭിപ്രായമല്ലേ പറയുള്ളൂ. എന്നാൽ തന്നെ വർഷയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. ഒരു സ്ത്രീ അമ്പലത്തിൽ പോയപ്പോൾ മല്ലികയ്ക്കാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ, എനിക്കിട്ടാണോ പാര വയ്ക്കുന്നതെന്ന് മല്ലികയ്ക്കും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസുന്ധരയാണെങ്കിലോ, ഞാൻ 6 മാസം സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു വർഷയ്ക്കും വിവേകിനും. കാരണം അവർ ഒരു ജോബ് കണ്ടെത്തണം എന്നുള്ളത്, സ്വന്തം കാലിൽ നിൽക്കണമെന്ന്. പക്ഷേ വർഷയാണെങ്കിലോ ആ 6 മാസത്തിനുള്ളിൽ വേറൊരു നിബന്ധന വിവേകിൻ്റെ അടുത്ത് വെച്ചു. കാരണം ആ ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരികയാണെങ്കിൽ അയാളുടെ കൂടെ പോകാമെന്ന് ഏതൊരു അമ്മയും ചിന്തിക്കുന്നതിലപ്പുറമാണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സ്വന്തം മകനിൽ നിന്ന് പിരിതിരിപ്പിക്കാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ എന്നാലും ഞാനത് സമ്മതിച്ചില്ല, കാരണം അവരുടെ ഇഷ്ടം അത്രയുണ്ടെന്നുള്ളത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി നോക്കാം. ഈ ഒരു പേരും പറഞ്ഞിട്ട് നേരത്തെ കല്യാണം നടത്താനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ വർഷം എന്നോട് നേരിട്ട് വന്ന് പറയണം. അല്ല വിവേകേട്ടൻ പറഞ്ഞാൽ പോരെ ചോദിക്കുമ്പോൾ, വിവേകിനാണെങ്കിൽ ഇന്ന് കല്യാണം നടത്തണമെങ്കിൽ വിവേക് സമ്മതിക്കും. പക്ഷേ വർഷയുടെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. അവൾ വന്ന് എന്നോട് പറയണം. പിന്നെ അബി ഈ കാണിച്ചത് വളരെയധികം മോശമായെന്ന് വസുന്ധര പറയുന്നുണ്ട്. എന്താ ആൻറ്റി, തൻ്റെ ഫ്രണ്ട്സ് അല്ലേ അവരുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പാടുണ്ടോ? അത് വളരെ മോശമായുള്ള കാര്യമല്ലേ? വർഷം അറിഞ്ഞ അബിയെക്കുറിച്ച് എന്ത് വിചാരിക്കും, വിവേക് അറിഞ്ഞ് എന്ത് വിചാരിക്കുന്നവർ നേരെ തിരിച്ച് പറയുന്നുണ്ട്. അബി പറയുന്നുണ്ട്, ഞാൻ പെട്ടുപോയോ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ കാണിക്കരുത്, എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിവേകേട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിവേകേട്ടൻ്റെയും വർഷയുടെ വിവാഹം നേരത്തെ നടത്താൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ പൊളിച്ച് കയ്യിൽ തന്നു ആൻറ്റി. എന്ത് പ്ലാനാണ് താൻ കൊണ്ടുപോയി ഇറക്കിയത്? പ്ലാൻ പൊളിഞ്ഞ സ്ഥിതിക്ക് അത് പറയാതിരിക്കുകയല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.